നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേരള മാരിടൈം ബോർഡ് ജീവനക്കാരുടെ പ്രൊമോഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മാരിടൈം ബോർഡ് ആസ്ഥാനത്തേക്കും ജില്ലാ കേന്ദ്രങ്ങളിലെ ഓഫീസുകളിലേക്കും നടത്തുന്ന പ്രതിഷേധ പ്രകടന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴ തുറമുഖ ഓഫീസിലേക്കും പ്രകടനം നടത്തിയത്. ക്ലാർക്ക് പ്യൂൺ സ്വീപ്പർ തസ്തികകളിൽ നിയമനം നടത്തുക, ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കുക, തൊഴിൽ നിയമം പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ടൗൺ എന്ന പേരിൽ ടൗൺ കേന്ദ്രീകരിച്ച് പുതിയ റോട്ടറി ക്ലബ്ബ് നിലവിൽ വന്നു. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം കൊയർക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബ്ബാർ അനുമതിപത്രം കൈമാറി. ആലപ്പുഴ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള വാട്ടർ കിയോസ്കുകളുടെ അറ്റകുറ്റപ്പണി അടിയന്തരമായി പൂർത്തീകരിക്കാൻ നഗരസഭാ അധ്യക്ഷ KK ജയമ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ തീരുമാനം. ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവ്രി വൺ എന്ന സന്ദേശമുയർത്തി ലോക ജനസംഖ്യാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. ജനകീയ പരിസ്ഥിതി എഞ്ചിനീയറായിരുന്ന ബിജു ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഈ മാസം 13 രാവിലെ 10 മണിക്ക് ആലപ്പുഴ റോയൽ പാർക്ക് ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുൻ മന്ത്രി G സുധാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. കേരള മാരിടൈം ബോർഡ് ജീവനക്കാരുടെ പ്രൊമോഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മാരിടൈം ബോർഡ് ആസ്ഥാനത്തേക്കും ജില്ലാ കേന്ദ്ര ഓഫീസുകളിലേക്കും നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ തുറമുഖ ഓഫീസിലേക്കും പ്രകടനം സംഘടിപ്പിച്ചത്. കേരള മാരിടൈം ബോർഡ് ജീവനക്കാരുടെ പ്രൊമോഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മാരിടൈം ബോർഡ് ആസ്ഥാനത്തേക്കും ജില്ലാ കേന്ദ്രങ്ങളിലെ ഓഫീസുകളിലേക്കും നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ തുറമുഖ ഓഫീസിലേക്കും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മായ പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് സംഘടിപ്പിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി C സലീഷ്, യൂണിയൻ സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിലും തുടർന്ന് നടന്ന യോഗത്തിലും സംബന്ധിച്ചു. ക്ലാർക്ക് പ്യൂൺ സ്വീപ്പർ തസ്തികകളിൽ നിയമനം നടത്തുക, ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കുക, തൊഴിൽ നിയമം പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ക്ലാർക്ക് പ്യൂൺ സ്വീപ്പർ തസ്തികകളിൽ നിയമനം നടത്തുക, ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കുക, കരാറുകൾ പാലിക്കുക, തൊഴിൽ നിയമം പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ തത്തമ്പള്ളി ശാഖയുടെ മുൻവശം സംഘടിപ്പിച്ച ധർണ ബാങ്ക് ജീവനക്കാരുടെ ഐക്യവേദിയുടെ ജില്ലാ കൺവീനർ VS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ശൈലിയിലോട്ട് അതിനെ ജനകീയ സ്വഭാവം മാറ്റിക്കൊണ്ട് ബാങ്കിന്റെ പ്രവർത്തനത്തിൽ മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ബാങ്കിനെ മാനേജ്മെന്റുകളെ വളരെ വലിയ അസഹിഷ്ണുതയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ബാങ്ക് കാണിക്കുന്നത് ശരിയല്ല, അത് തിരുത്തണമെന്ന് ഇവിടുത്തെ യൂണിയൻ ആവശ്യപ്പെടുമ്പോൾ ഇവിടുത്തെ യൂണിയനാണ് പ്രശ്നം എന്നാണ് മാനേജ്മെന്റ് തീരുമാനിക്കുന്നത്. അങ്ങനെ യൂണിയന്റെ നേതൃനിരയിലുള്ള സഖാക്കളെ തന്നെ പല ശിക്ഷണ നടപടികളിലൂടെ ഭീഷണിപ്പെടുത്തി ഒതുക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ ചെയർമാൻ TA സലീം പ്രതിഷേധ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. R ജോഷിമോൻ, അഞ്ജു സലാം എന്നിവർ സംസാരിച്ചു. S രാജേഷ്, ഉമേഷ്, H നാരായണൻ, ബിനു തുടങ്ങിയവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി. അന്യായമായ ശിക്ഷണ നടപടികൾ പിൻവലിക്കുക, സ്ഥലം മാറ്റ കരാർ ലംഘനം അവസാനിപ്പിക്കുക, എല്ലാ ഒഴിവുകളും നികത്തുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ ധർണയിൽ ഭാരവാഹികൾ ഉന്നയിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ടൗൺ എന്ന പേരിൽ ടൗൺ കേന്ദ്രീകരിച്ച് പുതിയ റോട്ടറി ക്ലബ്ബ് നിലവിൽ വന്നു. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം കൊയർക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബ്ബാർ അനുമതിപത്രം കൈമാറി. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ടൗൺ എന്ന പേരിൽ പുതിയ റോട്ടറി ക്ലബ്ബ് നിലവിൽ വന്നു. ആലപ്പുഴ കൊയർക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ വെച്ച് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബ്ബാർ റോട്ടറി ഇന്റർനാഷണലിൽ നിന്ന് ലഭിച്ച അനുമതിപത്രം നിയുക്ത പ്രസിഡന്റിന് കൈമാറി. റോട്ടറി ക്ലബിന്റെ ആളുകളുടെ എണ്ണം കൂട്ടുകയല്ല,
മറിച്ച് ഇച്ഛാശക്തിയുള്ള പ്രവർത്തന പാടവമുള്ള നല്ല മെമ്പർമാരെ വാർത്തെടുത്തുകൊണ്ട് സമൂഹത്തില് ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് റോട്ടറി ക്ലബ്ബ് എങ്ങനെ നടത്തി വരുന്നു അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ യാതൊരു സംശയവുമില്ല. പുതിയ ക്ലബിന്റെ അഡ്വൈസർ സി ജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി ജോമി ചെറിയാനും സെക്രട്ടറിയായി ഷിയാസ് മുഹമ്മദും ട്രഷററായി വർഗീസ് ആന്റണിയും ചുമതലയേറ്റു. ഉയരെ എന്ന പേരിൽ റോട്ടറി ഡിസ്ട്രിക്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി 5 യുവതികളെ സൗജന്യമായി എയർ ക്യാബിൻ ക്രൂ പരിശീലനം നൽകി ജോലി നേടിക്കൊടുക്കുന്ന പദ്ധതിയുടെ ധാരണാപത്രം ക്ലബ് പ്രസിഡന്റും ബ്ലൂ വിങ്സ് ഏവിയേഷൻ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ സോണി മണിരത്നും തമ്മിൽ ചടങ്ങിൽ കൈമാറി. പദ്ധതി പ്രകാരം തൊഴിൽ പരിശീലനം നേടിയവർക്കുള്ള വിവിധ തൊഴിൽ ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മുൻ റോട്ടറി ഗവർണർ ഡോക്ടർ ജി സുമിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ റോട്ടറി ഗവർണർമാരായ ജോൺ സി നെരോത്ത്, കെ എസ് ശശികുമാർ, ഡോക്ടർ തോമസ് വാവാനിക്കുന്നേൽ, കെ ബാബുമോൻ എന്നിവർ ക്ലബ്ബ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് അനിത ഗോപകുമാർ, എൻ കൃഷ്ണകുമാർ, സിറിൽ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി ഷിയാസ് മുഹമ്മദ് ചടങ്ങിന് നന്ദി പറഞ്ഞു. ആലപ്പുഴ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള വാട്ടർ കിയോസ്കുകളുടെ അറ്റകുറ്റപ്പണി അടിയന്തരമായി പൂർത്തീകരിക്കാൻ നഗരസഭാധ്യക്ഷ കെ ജയമ്മ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ തീരുമാനമായി. ആലപ്പുഴ നഗരസഭ വാട്ടർ കിയോസ്കുകളുടെ അറ്റകുറ്റപ്പണി അടിയന്തരമായി പൂർത്തീകരിക്കും. നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള വാട്ടർ കിയോസ്കുകളുടെ അവലോകന യോഗവുമായി ബന്ധപ്പെട്ട് നഗരസഭാധ്യക്ഷ കെ ജയമ്മ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. ജലത്തിന്റെ ലഭ്യത കുറവ് മൂലം പ്രവർത്തനക്കുറവുള്ള കിയോസ്കുകളിൽ ജലലഭ്യതയ്ക്കാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും വാർഷിക അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചതായും നഗരസഭാധ്യക്ഷ യോഗത്തെ അറിയിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാർ വെക്കുന്നതുവരെയുള്ള കാലയളവിൽ നഗരസഭ നേരിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന കിയോസ്കുകളുടെ അറ്റകുറ്റപ്പണിയും നടത്തും. നഗരത്തിലെ 21 കിയോസ്കുകളിൽ 3 കിയോസ്കുകൾ മാത്രമാണ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായിട്ടുള്ളതെന്ന് യോഗം വിലയിരുത്തി. ജലത്തിന്റെ ലഭ്യതക്കുറവും വാട്ടർ ലൈനുകൾ മാറ്റി സ്ഥാപിക്കേണ്ടതുമായ കിയോസ്കുകൾ അടിയന്തരമായി പ്രവർത്തിപ്പിക്കുന്നതിന് വാട്ടർ അതോറിറ്റിക്ക് യോഗം നിർദ്ദേശവും നൽകി. നഗരസഭയുടെ എല്ലാ കിയോസ്കുകളിലും ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് റിപ്പോർട്ട് അതാത് കിയോസ്കുകളിൽ പ്രദർശിപ്പിക്കും. ജലത്തിന്റെ ഗുണനിലവാരവും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ആരോഗ്യ വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കിയോസ്കുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് നിലവിൽ ചുമതലയുള്ള ഹെൽത്ത് വിഭാഗം ജീവനക്കാർ തുടർന്ന് പരാതിക്കിടയില്ലാത്ത വിധം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനും യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷർ, കിയോസ്ക് നിലനിൽക്കുന്ന വാർഡ് കൗൺസിലർമാർ, ചുമതലയുള്ള ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, അമൃത് അർബൻ പ്ലാനർ, കിയോസ്ക് കെയർടേക്കർമാർ തുടങ്ങിയവരും സംബന്ധിച്ചു. ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവ്രി വൺ എന്ന സന്ദേശമുയർത്തി ലോക ജനസംഖ്യാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവ്രി വൺ അഥവാ എല്ലാവരെയും കണക്കിൽപ്പെടുത്തുക, ആരെയും ഒഴിവാക്കാതിരിക്കുക എന്ന സന്ദേശമുയർത്തി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തന്നെ സഹോദരങ്ങളെ ഇന്ത്യയിലെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ധാരാളം ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് കേരളവും അവർ വരുന്ന സംസ്ഥാനവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1-2 ഉത്തരങ്ങളിൽ ഒന്നായി കിട്ടുക അവരുടെ ജനസംഖ്യാ നിയന്ത്രണം അല്ലെങ്കിൽ അവരുടെ ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ് ഒരിക്കലും ജനസംഖ്യാ നിയന്ത്രണം അല്ല, പക്ഷെ നമ്മുടെ ഫാമിലിയെ നമുക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ കുട്ടി നമുക്ക് എപ്പോഴാണ് വേണ്ടത്, നമ്മുടെ 2 കുട്ടികൾ തമ്മിൽ എത്ര വ്യത്യാസം വേണം, നമുക്ക് മൊത്തത്തിൽ എത്ര കുട്ടികൾ വേണം, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനും തീരുമാനിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി പ്ലാൻ ചെയ്തു പോകാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ആരോഗ്യവകുപ്പ് ഈ ദിനത്തെ കാണുന്നത്. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ചടങ്ങിൽ അധ്യക്ഷയായി. ഏകാരോഗ്യം ജില്ലാ മെന്റർ ഉണ്ണി അഹമ്മദ്, ഡോക്ടർ PK ബീന, നഴ്സിംഗ് സൂപ്രണ്ടുമാരായ KA ബീന, ബിന്ദു രാജേഷ്, നിർമ്മല അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ ബിസ്മി ചടങ്ങിന് നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും വൈക്കം ചെമ്മനാട് BCF കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മൈമും സംഘടിപ്പിച്ചു. ജനകീയ പരിസ്ഥിതി എഞ്ചിനീയറായിരുന്ന ബിജു ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഈ മാസം 13 രാവിലെ 10 മണിക്ക് ആലപ്പുഴ റോയൽ പാർക്ക് ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുൻ മന്ത്രി G സുധാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
ജനകീയ പരിസ്ഥിതി എഞ്ചിനീയറായിരുന്ന ബിജു ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഈ മാസം 13 രാവിലെ 10 മണിക്ക് ആലപ്പുഴ റോയൽ പാർക്ക് ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എൻവയറൺമെന്റൽ എഞ്ചിനീയറായിരുന്ന ബിജു ബാലകൃഷ്ണൻ്റെ വേർപാടിന് ഒരാണ്ട് തികയുകയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് ഈ വരുന്ന 13-ാം തീയതി ഒരു അനുസ്മരണ സമ്മേളനം നടത്തുന്നതാണ്. നമുക്കറിയാം, ബിജു പ്രസ് ക്ലബ്ബുമായിട്ടും നമ്മുടെ മാധ്യമ പ്രവർത്തകരെല്ലാവരുമായിട്ടും ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. മുൻ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനാകും. G20 ഗ്ലോബൽ ലാൻഡ് ഇനീഷ്യേറ്റീവ് കോർഡിനേഷൻ ഡയറക്ടറും ഐക്യരാഷ്ട്രസഭ ദുരന്ത നിവാരണ വിഭാഗം മുൻ മേധാവിയുമായിരുന്ന മുരളി തുമ്മാരക്കുടി അനുസ്മരണ പ്രഭാഷണം നടത്തും. ജൂലൈ 13 സെക്കൻഡ് സാറ്റർഡേ ആലപ്പുഴ ഹോട്ടൽ റോയൽ പാർക്കിൽ വെച്ച് രാവിലെ 10:30 നടത്തപ്പെടുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മുൻ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ജി സുധാകരൻ അവർകളാണ്. അനുസ്മരണ പ്രഭാഷണം നടത്തുവാൻ എത്തിച്ചേരുന്നത് ഐക്യരാഷ്ട്രസഭ ദുരന്ത നിവാരണ വിഭാഗം മുൻ തലവനും ഇപ്പോൾ G20 ഗ്ലോബൽ ലാൻഡ് ഇനീഷ്യേറ്റീവ് കോർഡിനേഷൻ്റെ ഡയറക്ടറുമായ ശ്രീ മുരളി തുമ്മാരുകുടിയാണ്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മുൻ ചെയർമാൻ കെ സജീവൻ, മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ നിഷ ആൻഡ് ജേക്കബ് എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. അനുസ്മരണ സമ്മേളനത്തെ തുടർന്ന് പരിസ്ഥിതി മേഖലയിൽ നൂതനമായ ആശയ ആവിഷ്കാരത്തിനുള്ള ബിജു മെമ്മോറിയൽ പുരസ്കാര വിതരണവും നടക്കുമെന്ന് കെ എ ബാബു, ഗൗരി കാർത്തിക, എസ് നിതിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള മാരിടൈം ബോർഡ് ജീവനക്കാരുടെ പ്രമോഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മാരിടൈം ബോർഡ് ആസ്ഥാനത്തേക്കും ജില്ലാ കേന്ദ്രങ്ങളിലെ ഓഫീസുകളിലേക്കും നടത്തുന്ന പ്രതിഷേധ പ്രകടന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴ തുറമുഖ ഓഫീസിലേക്കും പ്രകടനം നടത്തിയത്. ക്ലാർക്ക് പ്യൂൺ സ്വീപ്പർ തസ്തികകളിൽ നിയമനം നടത്തുക, ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കുക, തൊഴിൽ നിയമം പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ടൗൺ എന്ന പേരിൽ ടൗൺ കേന്ദ്രീകരിച്ച് പുതിയ റോട്ടറി ക്ലബ്ബ് നിലവിൽ വന്നു. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം കൊയർക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബ്ബാർ അനുമതിപത്രം കൈമാറി. ആലപ്പുഴ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള വാട്ടർ കിയോസ്കുകളുടെ അറ്റകുറ്റപ്പണി അടിയന്തരമായി പൂർത്തീകരിക്കാൻ നഗരസഭാ അധ്യക്ഷ കെ ജയമ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ തീരുമാനം. ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവ്രി വൺ എന്ന സന്ദേശമുയർത്തി ലോക ജനസംഖ്യാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു. ജനകീയ പരിസ്ഥിതി എഞ്ചിനീയറായിരുന്ന ബിജു ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഈ മാസം 13 രാവിലെ 10 മണിക്ക് ആലപ്പുഴ റോയൽ പാർക്ക് ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ മന്ത്രി ജി സുധാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.